JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ ഈ ടെസ്റ്റുകളിലേക്ക് എല്ലാ അപേക്ഷ സംബന്ധിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇതിന്റെ എക്സാം ഡേറ്റ് PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള സിലബസ്, എക്സാം ഡേറ്റ്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, കട്ട് ഓഫ് മാർക്ക് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. 247/2021 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 സ്റ്റേറ്റ് വൈഡ് എക്സാം ഡേറ്റ് 15/6/2023 തേഴ്സ്ഡേ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 26,768 പേരാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് 304/2021 ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അതിൻ്റെ അകത്ത് എക്സാം ഡേറ്റ് 15/6/2023 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 31,605 പേരാണ്. അടുത്തായിട്ട് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 361/2021 എക്സാം ഡേറ്റ് 15/6/2023 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 28,206 പേരാണ്. അടുത്തതായിട്ട് 469/2021 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അതിന്റെ എക്സാം ഡേറ്റ് 15/6/2023 ആണ്. അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 26,637 പേരാണ്. അടുത്ത 507/2021 ആണ്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ ഗ്രേഡ് 1 സിവിലാണ്. അതിന്റെ എക്സാം ഡേറ്റ് 15/6/2023 ആണ്. അതിന്റെ അകത്ത് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 32,630 പേരാണ്. അടുത്തതായിട്ട് 743/2021 1 ഗ്രേഡ് ഓവർസിയർ 1 ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ്. എക്സാം ഡേറ്റ് 15/6/2023 ആണ്. അതിൻ്റെ അകത്ത് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 397 പേരാണ്. അടുത്ത 744/2021 ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ അതിന്റെ എക്സാം ഡേറ്റ് 15/6/2023 ആണ്. അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 730 ആണ്. അടുത്ത 319/2022 എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് അതിന്റെ എക്സാം ഡേറ്റ് 15/6/2023 ആണ്. അപേക്ഷകരുടെ എണ്ണം 856 പേരാണ്. അടുത്തതായിട്ട് 320/2022 ഓവർസിയർ ഗ്രേഡ് 2 അതിന്റെ അകത്ത് എക്സാം ഡേറ്റ് 15/6/2023 ആണ്. അതുപോലെ തന്നെ അതിന്റെ ഇതിന്റെ എല്ലാം കൺഫർമേഷൻ ഡേറ്റ് 23/3/2023 to 11/4/2023 ആണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 1401 ആണ്. അടുത്ത 520/2022 ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് 15/6/2023 ആണ്. കൺഫർമേഷൻ 23/3/2022 to 11/4/2023 ആണ്. അതിൻ്റെ അകത്ത് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 25,964 പേരാണ്. അടുത്തത് 521/2022 ആണ്. ഓവർസിയർ ഗ്രേഡ് 2 സിവിലാണ്. ഇതിന്റെ എക്സാം ഡേറ്റ് 15/6/2023 ആണ്. അതിന്റെ അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 44,134 ആണ്. ഈ തസ്തികകളിലേക്ക് എല്ലാ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്തതായിട്ട് 681/2022 ആണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിന്റെ അകത്ത് എക്സാം ഡേറ്റ് 15/6/2023 ആണ്. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 23/3/2023 to 11/4/2023 ആണ്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ഫ്രം 1/6/2023 ആണ്. ഇതിലേക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 28,708 പേരാണ്. അപ്പോൾ ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്തതായിട്ട് ഇതിന്റെ വിശദമായിട്ടുള്ള സിലബസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂള് സർവേയിങ് ആണ്. സർവേയിങ്ങിന്റെ അകത്ത് 10 മാർക്സ് ആണ് വരുന്നത്. അടുത്തതായിട്ട് സർവേയിങ് 2 ആണ്. ഡിഫൈൻ ദ ടേംസ് യൂസ്ഡ് ഇൻ തിയോളൈറ്റ് സർവേ ആണ്. അതിന്റെ അകത്ത് 10 മാർക്കാണ് അതിനകത്ത് വരുന്നത്. അടുത്തതായിട്ട് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതിന്റെ അകത്ത് 10 മാർക്കാണ് വരുന്നത്. അടുത്തതായിട്ട് കൺസ്ട്രക്ഷൻ ടെക്നോളജി ആണ് വരുന്നത്. അതിന്റെ അകത്ത് 10 മാർക്കാണുള്ളത്. അടുത്ത
തിയറി ഓഫ് സ്ട്രക്ചർ അതിനും 10 മാർക്കാണ് വരുന്നത്. അടുത്തതായിട്ട് ക്വാണ്ടിറ്റി സർവേയിങ് അതിനും 10 മാർക്കാണ് വരുന്നത്. അടുത്തതായിട്ട് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്, അതിനും 10 മാർക്കാണുള്ളത്. അടുത്ത ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അതിനും 10 മാർക്കാണുള്ളത്. അടുത്ത ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്, അതിനും 10 മാർക്കാണുള്ളത്. അടുത്ത എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്, അതിനും 10 മാർക്കാണുള്ളത്. ടോട്ടൽ 100 മാർക്സ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, സർവേയിങ് 10 മാർക്സ്, സർവേയിങ് ടു ഡിഫൈൻ ദ ടേംസ് യൂസ്ഡ് ഇൻ തിയോളൈറ്റ് സർവേ അതിനും 10 മാർക്സ് ആണുള്ളത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് 10 മാർക്ക്, കൺസ്ട്രക്ഷൻ ടെക്നോളജി 10 മാർക്ക്, തിയറി ഓഫ് സ്ട്രക്ചർ 10 മാർക്ക്, ക്വാണ്ടിറ്റി സർവേയിങ് 10 മാർക്ക്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് 10 മാർക്ക്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 10 മാർക്ക്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 10 മാർക്ക്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. സ്കെയിൽ ഓഫ് പേ 37,400 79,000 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. റാങ്ക് ഫയൽ ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ഫയൽ ഉണ്ട്. മുഴുവൻ MCQs ആണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ചേർത്താണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. 54.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.